വിഷുക്കണി ഒരുക്കാൻ ആപ്പിളും ഓറഞ്ചും നേരത്തെ എത്തി VIP റൂമിൽ കുശലം പറഞ്ഞിരുന്നു. മാങ്ങയും തേങ്ങയും മാങ്ങാ മപ്പാസിന്റെ കച്ചവടം തുടങ്ങുന്ന കാര്യത്തെപ്പറ്റി ചർച്ചയായി. കൈതച്ചക്ക വിഷുക്കണിക്കുള്ള പുതിയ ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. യാത്രാക്ഷീണത്താൽ ചക്ക ചാരിയിരുന്നപ്പോൾ അമങ്ങിപ്പോയ കദളിപ്പഴം പിറുപിറുത്തു. ഡേ മുള്ള്, ചക്ക ചൂടായി. ഞാൻ മുള്ളിയിട്ടാ വന്നത്. പഴത്തിന്റെ ക്ഷമ കെട്ടു. എടാ പൊട്ടാ, നിന്റെ മുള്ളു കൊള്ളുന്നുവെന്ന്. വാൽക്കണ്ണാടിയും കണിക്കൊന്നയും ഒക്കെ എത്തി. എല്ലാവരും കണിവെള്ളരി വരാൻ കാത്തിരുന്നു. 3 ദിവസമായി മേക്കപ്പ് റൂമിലായിരുന്ന കൃഷ്ണൻ അവസാനം വേഷഭൂഷാദികൾ അണിഞ്ഞ് ചുന്ദരനായി ചാടിയിറങ്ങി വന്നു. എങ്ങനെയുണ്ട് ലുക്കല്ലേ? എല്ലാവരും ഉഷാറായി. കൃഷ്ണൻ പേര് വിളിച്ചതോടെ ഓരോരുത്തരായി ഉരുളിയിലേക്ക് വരിവരിയായി കയറി. അപ്പോഴും കണിവെള്ളരി എത്തിയില്ല. കാത്തിരുന്ന് എല്ലാവരും ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ ഒരു കഥ പറയാൻ തുടങ്ങി. പണ്ട് ഒരു മുട്ടൻ പാമ്പ് വന്ന് നമ്മുടെ പൈക്കളെയും പിള്ളേരെയും അങ്ങ് വിഴുങ്ങി. ഞാൻ വിടുവോ? നേരെ അകത്തോട്ട് കയറി അവന്റെ വയറ് കീറി എല്ലാരും രക്ഷപ്പെടുത്തി. എന്നിട്ട് ചക്ക ചാടി എണീറ്റു. പ്ലീസ്, കഥ വേണ്ട, ഉറങ്ങാതിരുന്ന പോരെ. കുറച്ചു കഴിഞ്ഞപ്പോ കണിവെള്ളരി വന്നു കയറി. കൃഷ്ണൻ അവന്റെ തലക്കെട്ടൊന്ന് കൊടുത്തു. വെള്ളരി പരിങ്ങി. പാസ്പോർട്ടിൽ എൻ്റെ പേര് വെള്ളരി എന്നല്ലേ, എയർപോർട്ടിൽ കണിവെള്ളരി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഡൗട്ട് അടിച്ചു. ഫ്ലൈറ്റ് മിസ്സായി കൃഷ്ണൻ കാലി പിടിച്ച് നിൽക്കുവാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് സുഖിപ്പിച്ച് പാടാൻ തുടങ്ങി. എന്തൊരു ചേലാണ്, കയ്യിൽ ഊതണ കോലാണ്, ലോകത്തിൻ ക്രഷാണ്, അമ്പോ ഇജ്ജാതി ലുക്കാണ്. പാട്ട് കേട്ട് കൃഷ്ണന്റെ മുഖം വിടർന്നു. ആ മുഖം തെളിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു കൊല്ലത്തേക്കുള്ള കണിയായി. ഏവർക്കും വിഷു ആശംസകൾ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.